ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ ചെറുപയറുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്നൊരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ചെറുപയർ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയറൊന്ന് മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 2-3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചെറുപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു വന്നിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പായസം തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ടേക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ ചെറുപയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പായസത്തിനൊന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പായസം കുറച്ച് കട്ടിയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 3 വെല്ലമാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുന്നതാണെങ്കിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വെള്ളത്തിൻ്റെ മധുരം ഈ ഒരു ചെറുപയറിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിവിടെ കുറുകി വന്ന് തുടങ്ങുന്നുണ്ട്, തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. പിന്നെ മധുരമാണല്ലോ, അപ്പോൾ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വരട്ടിയെടുക്കാം. ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് ചെറുപയർ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാപ്പാലൊന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ഇതാവുമ്പം വളരെ ഈസിയാണല്ലോ. പിന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലായിരിക്കണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് അതുപോലെ തണുത്തിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. തണുപ്പൊക്കെ മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് കുറുകി വരട്ടെ. പാലിവിടെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇത്തിരി ലൂസായിട്ട് ഇരിക്കുന്നതാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ നന്നേ തിക്കായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്